ഹായ് മച്ചാമാരെ, അപ്പം നമ്മളിന്നുള്ള മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറ കൊണ്ടോട്ടി റൂട്ടിൽ അടൂരപ്പറമ്പ് പറഞ്ഞ ലൊക്കേഷനിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഡിസൈനുകൾ ചെയ്തിട്ടുണ്ട്. ഡിസൈനുകളാണെങ്കിൽ പോലും ഇതൊക്കെ നമ്മൾ ചെയ്തത് ഡയറക്റ്റ് സീലിങ്ങിലാണ് കേട്ടോ. പ്ലാസ്റ്ററിൻ്റെ പോർഷൻ കട്ട് ചെയ്തിട്ട് അതിലേക്കാണ് കേട്ടോ നമ്മൾ ഈ ഡിസൈൻ ചെയ്ത്. പലർക്കും വീഡിയോ കാണുമ്പോഴും അല്ലെങ്കിൽ സൈറ്റിൽ വന്നവരൊക്കെ ചോദിക്കാറുണ്ട്, ഇത് ജിപ്സം ചെയ്തതാണോ അല്ലെങ്കിൽ ഡയറക്റ്റ് സീലിങ്ങിലാണെന്ന് പറയുന്നത്. പലർക്കും സംശയം തീർന്നിട്ട് ചിലരെന്ത് ചെയ്യും, ഈ ഹുക്ക് കാണുമ്പോഴാണ് ചോദിക്കുന്നത് ഇത് സീലിങ്ങിൽ ഡയറക്റ്റ് ചെയ്തതാണല്ലേ. അപ്പോൾ പലർക്കും ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും ബയോയിൽ നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്തോളി. ഇതേപോലെയൊക്കെ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വിളിച്ചോളി കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ ഇവിടെ എല്ലാ ഡിസൈനും നമ്മൾ ഏകദേശം അത്യാവശ്യം നല്ല കാണാനും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. അതേപോലെ തന്നെ ഈ കാണുന്ന ഒരു ഏരിയയിലുള്ള ഡിസൈനാണ് ഈ വീട്ടിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. കാരണം ഇത് വേറെ പ്രത്യേകതയും കൂടിയാണ്. ഇതൊരു ചെരിഞ്ഞ പ്രതലത്തിലാണ് കേട്ടോ നമ്മൾ ചെയ്ത് സെറ്റാക്കിയത്. അപ്പം ഇവിടെ വരുന്ന ഡിസൈനുകൾ എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി കസ്റ്റമർക്ക് കുറേ ഫോട്ടോ അയച്ചു കൊടുത്തതിന് ശേഷം അതിൽ നിന്നും സെലക്ട് ചെയ്ത കുറച്ച് ഫോട്ടോസുകളാണ്. അതിൽ പിന്നെയും മാറ്റം വരുത്തിയിട്ടുള്ള കുറച്ച് ഡിസൈനുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ഫർണിഷിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അടിപൊളി വീഡിയോ നമ്മൾ എടുക്കും. അപ്പോൾ ഇതേപോലെ ചെരിഞ്ഞ പ്രതലത്തിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ സെറ്റാക്കിയത്. പിന്നെ അതേപോലെ തന്നെ ഇത് അപ്സ്റ്റെയറിൽ മേൾ ഭാഗത്ത് വരുന്ന ഡൈനിങ് ഹാളിൽ വരുന്ന ഒരു ഡിസൈനാണ്. ഇവിടെ വേറെ കുറച്ച് ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ഈ ലൈറ്റ് ചെയ്തത്. ഇതൊരു മറ്റൊരു ബെഡ്റൂമിൽ ചെയ്തൊരു ഡിസൈനാണ് കേട്ടോ. ഇത് പിന്നെ ഇതിൽ പാനൽ ലൈറ്റും കാര്യങ്ങളും അല്ലാത്ത ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വാളിൽ ഇൻറ്റീരിയലിൻ്റെ കബോർഡും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടാണ് കേട്ടോ നമ്മൾ ആ ഡിസൈൻ ആ കോണിൽ മാത്രം കുറച്ച് ഭാഗങ്ങൾ എന്ത് ചെയ്യുക അളവിൽ വ്യത്യാസം വന്നത്. എന്താ ചെയ്യുക, ഓൾറെഡി പ്ലാനിങ്ങിൽ ഇല്ലാത്തൊരു സംഭവമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം. പിന്നെ ഇതിൽ പലരും ചോദിക്കുന്ന കാര്യമാണ്, ഇത് വാട്സ് കൂടുതലല്ലേ അല്ലെങ്കിൽ ഇതിന് ലൈറ്റ് കുറവല്ല എന്നൊക്കെ. അപ്പോൾ പറഞ്ഞ് വാട്സ് കൂടുതലല്ലേ എന്ന് ചോദിക്കുന്ന എന്താ വെച്ചാൽ, എന്ത് സംഭവം ചെയ്യുകയാണെങ്കിൽ ഒരു ലാഭം ഉണ്ടാവും, അതിന് കൂടെ ഒരു നഷ്ടം ഉണ്ടാവും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വരുന്നത് ഡൈനിങ് ഹാളാണ് കേട്ടോ. അപ്പോൾ ഈ ഡൈനിങ് ഹാളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ടേബിള് കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്തായാലും ഒരു അടിപൊളി വീഡിയോ നമ്മൾ വൈകാതെ ചെയ്യും. അപ്പോൾ ജസ്റ്റ് നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഫിനിഷിങ് ലെവലിൽ നിൽക്കുമ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റാറ്റസ് ഇട്ടിനി ഇതിൻ്റെ വീഡിയോ നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ട്. അപ്പം പലരും കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതിന് ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ ഏകദേശം വൈകാതെ ഫർണിഷ് ആയിട്ടുള്ള സമയത്ത് ഞാൻ ചെയ്തു തരാം. ഇത് കിച്ചണിലാണ് കേട്ടോ ചെയ്തത്. കിച്ചണിൽ ഏകദേശം അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ചുറ്റുഭാഗത്തും വാള് റാക്ക് വരുന്ന കാരണം കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് വാളിൽ ലൈറ്റ് കറക്റ്റ് കിട്ടില്ല. അപ്പോൾ സീലിങ്ങിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റ് സെറ്റാക്കിയതാണ് കേട്ടോ. ബാക്കി ലൈറ്റുകൾ പിന്നെ സെൽഫും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിലും ഉൾപ്പെടുത്തി നമ്മൾ പ്രൊഫൈൽ ലൈറ്റ് തന്നെ സെറ്റാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പലരും